ഫോർ ദി പീപ്പിൾ, ഫോർ ഫ്രണ്ട്സ്, ഫാന്റാസ്റ്റിക് ഫോർ എന്നിങ്ങനെ കുറെ നാലംഗ സംഘത്തിന്റെ കഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇതുപോലൊരു അഡാറ് ഗ്യാങ്ങിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ കണ്ണിക്കണ്ട ആപ്പോ ഉപ്പ പിള്ളേരൊന്നുമല്ല. +2 തോറ്റതിന് വീട്ടുകാർ തല്ലിയാലോ എന്ന് പേടിച്ച് ആ നാട് തന്നെ വിട്ടുപോയ അഡാറ് സംഘമാണ് ഇവര്. അയ്യോ തലയെ സുത്തുതേ. +2 തോറ്റതിന് വീട്ടുകാർ തല്ലിയാൽ തനിക്ക് വേദനിച്ചാലോ എന്ന് പേടിച്ച് വെള്ളത്തിൽ ചാടി ചാവാൻ നിൽക്കുന്ന ഈ ചേച്ചിയാണ് നമ്മുടെ നായിക. ഇവര് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതും ഈ ടാർസന്റെ ബീജിയമും തമ്മിൽ എന്താടാ ബന്ധം? ഇയാളാണ് ഈ കഥയിലെ നായകൻ. സത്യം പറഞ്ഞ ഇയാളും ഒരു +2 കാരനാണ്. സത്യമായിട്ടും ദൈവം സത്യം. പരീക്ഷയിൽ മുട്ട കിട്ടിയ എല്ലാരും പറയണ സ്ഥിരം ഡയലോഗാണിത്. ഞാൻ എത്ര തവണ ട്രൈ ചെയ്ത് പാളിപ്പോയ ഒരു ഡയലോഗാണിതെന്ന് അറിയോ നിങ്ങൾക്ക്? ആ, എക്സാമിന് ചെമ്പനീർ പൂവ് സീരിയലിന്റെ കഥ എഴുതി വെച്ചാലൊന്നും അവര് ഫസ്റ്റ് റാങ്ക് തരില്ല. മറ്റേ നിന്ദ ദൂസ്ത്ര അങ്ങനെയൊന്നല്ലല്ലോ പരീക്ഷ എഴുതിയത്, സാധാ ഭാഷയിൽ തന്നെയല്ലേ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? സിനിമാ നടൻ ചിമ്പു ആണെന്നാണ് ഇയാളുടെ വിചാരം. അയാളുടെ ഒരു സൗണ്ട് മോഡുലേഷൻ കണ്ടില്ലേ? வெற்றியும் தோல்வியும் வாழ்க்கையில சகஜம். இதுக்காக சூசைட் பண்ணிக்கணும்னு நினைக்கிறது கோலத்தனம். இந்த எக்ஸாம்ல ஃபெயில் ஆனா இன்னும் 1 மந்த்ல எக்ஸாம் வர போகுதுல. അതില് ഫെയിലാവ്. நம்ம டீம்ல நீ மட்டும் ஃபெயில் ஆகல, சூர்யா, பிரியா, சோனா 3 பேரும் சேர்ந்து தான் ஃபெயில் ஆயிருக்காங்க. அதனாலதான் நம்ம ஹெட் மாஸ்டரை போய் நான் பாத்துட்டு வந்திருக்கேன். അത് ശരി, നന്നായിട്ട് പഠിക്കാത്തോണ്ട് പരീക്ഷയിൽ എല്ലാരും കൂടെ ഒന്നിച്ചു തോറ്റു. അതിന് നിങ്ങൾ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് എന്താ കാര്യം? അയാൾ നിങ്ങളെ ജയിപ്പിക്കോ? வா போய் பாப்போம். அவரை பார்த்துட்டு அங்கிருந்து என்னுடைய ஃப்ரெண்ட் ஊருக்கு போலாம். நம்ம ஃப்ரெண்ட்ஸ் எல்லாத்தையும் பேக் எடுத்துட்டு வர சொல்லியிருக்கேன். ആ ബെസ്റ്റ്. അങ്ങനെ +2 തോറ്റ ടീംമേറ്റ്സ് എല്ലാവരും വീട്ടിൽ നിന്ന് തല്ല് കിട്ടിയാലോ എന്ന് പേടിച്ച് നമ്മുടെ ജൂനിയർ ചിമ്പുവിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ഈ സിനിമയിൽ ഒരു സീനിൽ പോലും ഈ കൂട്ടുകാരന്റെ വീട് കാണിച്ചിട്ടില്ല. തിന്നണതാണെങ്കിൽ പറമ്പില്, ഇവരാണെങ്കിൽ എപ്പോ നോക്കിയാലും ഒരു തൊടിയില് പഴങ്ങൾ പറിക്കാൻ വേണ്ടി ഇവർ കാട്ടു പോകും. சோனாவும் சந்தோஷம் காட்டுல ஏதாவது பழம் கிடைக்குமான்னு பார்க்க போயிருக்காங்க. രാത്രിയാണെങ്കിൽ നിലത്താണ് കിടക്കണ്. കൂട്ടുകാരന് വീടില്ല, അതാണ് സത്യം. അയാളെ ദാരിദ്ര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഈ 4 എണ്ണം അയാളുടെ അടുത്തേക്ക് കെട്ടിയെടുക്കുന്നത്. എക്സാമിന് തോറ്റതുകൊണ്ട് ഇവരൊക്കെ നാട് വിട്ടു പോണത് ശരി, ഞാൻ അംഗീകരിച്ചു തന്നെ വെക്കാം. പക്ഷെ പാസ്സായ നീ എന്തിനാടാ നാട് വിട്ടു പോണത്? പരീക്ഷയിൽ തോറ്റത് വീട്ടിലറിഞ്ഞ അച്ഛന്റെ മാനം പോകുന്നു പറഞ്ഞ ഈ പെണ്ണ് വീടും വിട്ട് ഏതോ ഒരു നാട്ടില് ഇവന്റെ ഒപ്പം പ്രേമിച്ച് നടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് അച്ഛന്റെ നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേ? A few moments later. அவங்க 2 பேரும் கொஞ்சி கொலாவறத அங்க போய் பாரு. വളരെ നന്നായിട്ടുണ്ട്. ഒന്നാമത് നിങ്ങളൊക്കെ +2 കാരാണെന്ന് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല. ഇനി ഒരു ലവ് സോങ് ആയാലോ? ഇത് ഡാൻസ് കളിച്ചതോ അതോ ആ തൊടിയിൽ പന്നീനെ പിടിക്കാൻ വേണ്ടി വെച്ച ഷോക്കിൽ കൊണ്ട് കാല് വെച്ചതോ? ഇയാളാണ് ഈ കഥയിലെ വില്ലൻ. ചില്ലറ മാസൊന്നുമല്ലാട്ടോ. അയാളെ നമ്മുടെ വില്ലൻ വെടിവെച്ച് കൊന്നു. വെടികൊണ്ട് ചത്ത ഇയാള് നിലത്ത് കിടന്ന സൈക്കിള് ചവിട്ടാണ്. നമ്മുടെ നായകന്റെ ചേട്ടൻ ഒരു പോലീസ് ഓഫീസറാണ്. പോലീസ് ആണെങ്കിലും മൂപ്പർക്ക് വീട്ടില് വലിയ വിലയൊന്നുമില്ല. പോലീസുകാരനായിരുന്നു സ്വന്തം തമ്പിയെ കൂടെ കണ്ടുപിടിക്ക മുടിയില്ലേ ഉണ്ണാലെ. அப்பா சித்தப்பா எப்பப்பா வருவாரு? சித்தப்பா சாக்லேட் பிஸ்கட் எல்லாம் வாங்கிட்டு வருவாரு சரியா? ആ ചെക്കൻ തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിറ്റപ്പനെ അന്വേഷിക്കണത്. சித்தப்பா சாக்லேட் பிஸ்கட் எல்லாம் வாங்கிட்டு வருவாரு சரியா? உயிரே போற சூழ்நிலையில இருக்கிறோம், கொஞ்சம் கூட உங்களுக்கு அக்கறையா இல்லையாடா? സംഭവം എന്താന്ന് വെച്ചാ ഇവര് നാട് വിട്ട് നേരെ നോക്കി ഇവരുടെ പ്രിൻസിപ്പളിനെ ആരോ കൊല്ലും. ആ പ്രിൻസിപ്പൾ നമ്മുടെ വില്ലന്റെ ചേട്ടനാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാള് തന്റെ ചേട്ടനെ കൊന്നവരെ തെരയാണ്. சித்தப்பாவை கொண்ட பசங்களை எங்கேயோ ஒளிச்சு வச்சுட்டு அவங்களுக்காக நீங்க நாடகம் ஆடிட்டு இருக்கீங்க. இனி உன்னை நம்பி பிரயோஜனமே கிடையாது. അങ്ങനെ കാറ്റ്സിന്റെ കൂടെ ടൈഗറും കളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. கேட்ஸோட சேர்ந்து இந்த டைகரும் களத்துல இறங்கலாம்னு முடிவு பண்ணிருக்கேன். അവിടെയാണ് ഈ സിനിമയുടെ ഇന്റർവെൽ. அவனுங்களை புடிச்சிட்டு நான் உங்ககிட்ட சொல்றேன்.
ഇന്റർവെൽ അല്ല, ഇന്റർവേൽ. ഇന്റർവേലൊക്കെ ആയി, അതിനും മാത്രം ഈ സിനിമയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലേനും. ഇവരുടെ കൊഞ്ചലും കുഴയിലൊക്കെ കണ്ട് ജൂനിയർ ചിമ്പുവിന്റെ ഫ്രണ്ടിന് ദേഷ്യം വരികയാണ്. போதும் அப்பு போதும், இந்த கொலைக்கு எங்களுக்கு எந்த சம்பந்தமும் இல்ல, எங்களை நம்பு. ഓക്കേടാ മോനെ, ഞാൻ വിശ്വസിച്ചു. போதும் அப்பு போதும். എക്സാമിന് തോറ്റാ കൂടിപ്പോയ വീട്ടിൽ നിന്ന് ഒരു തല്ല് കിട്ടും. സംഭവം അതോടെ കഴിഞ്ഞു. അതിനു പകരം ഒരു കാര്യമില്ലാതെ എങ്ങോട്ടോ നാട് വിട്ടു പോയിട്ട് ഇപ്പൊ തല്ല് കിട്ടുന്നതിന് പകരം കൊലക്കയറാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. இப்ப சந்தோஷம் தானே உனக்கு? அன்னைக்கே நான் செத்து தொலைஞ்சிருப்பேன். இன்னைக்கு என் குடும்பத்தையே சாகடிக்க போறேன். ഇനി നായകന്റെ ഒരു ശോകഗാനം. இந்த மாதிரி பாட்டை கேட்டு 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 அழுத்து போய் காதெல்லாம் கிழிஞ்சே போச்சு. അതിപ്പോ ലാഭായല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇയാളുടെ കണ്ണീർ തുള്ളി വെള്ളത്തേക്ക് വീണിട്ടുണ്ടായ ഒരു പ്രതിഭാസമാണ്. നിങ്ങളുടെ കണ്ണീരിൽ കല്ലുണ്ടോ? ഈ പാട്ടിന്റെ ഇടയിൽ നായികയ്ക്ക് ഒരു കാസറ്റ് കിട്ടും. ഈ പ്രിൻസിപ്പലിനെ ആരെ കൊന്നത് എന്നൊക്കെ ഈ കാസറ്റിലുണ്ട്. അതൊരു തെളിവാണ്. പക്ഷെ ആ കാസറ്റ് ഇപ്പൊ ആരെ കൊടുത്ത്, എന്തിനാ കൊടുത്ത്, അതൊന്നും ഈ സിനിമയിൽ കാണിക്കില്ല. உன்னை நான் தெரியாம திட்டிட்டேன், என்ன மன்னிச்சிடுறா. இத பாரு, இதுல நம்ம ஹெட் மாஸ்டர் பத்தி ஏதாச்சும் இருக்கான்னு பார்க்கலாம் சிவா. ഇനി ആർക്ക് വേണ്ടിട്ട് ആ പാട്ട് പ്ലേ ചെയ്യണ്? അതൊന്ന് നിർത്തുന്നു തേങ്ങ. ஆமாண்டா, அவன் என்கிட்ட தரும்போது ஒரு மாதிரி பயந்துட்டு கொடுத்தான்டா. இத போட்டு பார்க்கலாம்டா. ഇപ്പോഴത്തെ സിറ്റുവേഷന് പറ്റിയൊരു പാട്ടായിരുന്നു. என்ன கஷ்டம்? കാസ്റ്റ് അല്ല, കാസറ്റ്. இந்த கேஸ்ட் போ, അല്ല, കാസ്റ്റ് അല്ല, കാസറ്റ്. என்ன கஷ்டம்? நம்ம 3 பேர் போய் குடிச்சு வந்துடலாம். கிளம்பலாமா? ഓ, ഇയാള് പെണ്ണുങ്ങളുടെ ഒപ്പം മാത്രമേ കുളിക്കൂ. അതിന്റെ ഇടയിൽ ജൂനിയർ ചിമ്പുവിന്റെ കൂട്ടുകാരനെ ആരോ കൊല്ലും. എടോ, അയാള് മരിച്ചു. അല്ലാതെ ഈ പൊരി വെയിലത്ത് അയാള് തൊടിയിൽ വന്ന് കിടക്കില്ലല്ലോ. ഈ സമയം നോക്കി തന്റെ ചിറ്റപ്പനെ കൊന്നവരെ തേടുന്ന നമ്മുടെ വില്ലൻ വന്ന് നായകനെയും ടീമിനെയും തൂക്കിക്കൊണ്ടുപോകും. ഇവരെ കിഡ്നാപ്പ് ചെയ്ത സന്തോഷത്തിൽ വില്ലൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ്. ബഡ്ജറ്റ് ഇല്ലാത്തവരുടെ പാർട്ടിയൊക്കെ എങ്ങനെയായിരിക്കും? ഈ സിനിമയുടെ ഇടയ്ക്ക് ഒരു കോമഡിക്കാരനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തമിഴ് പടത്തിലും കഥയായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് കോമഡിക്കാരുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ നോക്കണു, ആ കോമഡിക്കാരൻ ഒരു പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ കഥയിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ചോദിച്ചാ ഇല്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്തത് എന്തായാലും നന്നായി. സൗന്ദരപാണ്ഡി, பயம் இருக்கணும். என்னை ஒண்ணும் பண்ணிராத, என்னை ஒண்ணும் பண்ணிராத, அந்த பயம் என்னை ஒண்ணும் பண்ணிராத. அப்படின்னு நான் சொல்லுவேன்னு நினைச்சியாடா? അവന്റെ അഭിനയം ആണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. அப்படின்னு நான் சொல்லுவேன்னு நினைச்சியாடா? എന്തുവാ നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? அங்க பாருடா. അങ്ങനെ നമ്മുടെ നായകനെയും ടീമിനെയും ഈ പോലീസുകാരൻ കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പോഴാണ് കോടതിയിൽ ഇവരുടെ കയ്യിലുള്ള മറ്റേ കാസ്റ്റ് എടുത്ത് പ്ലേ ചെയ്യുന്നത്. என்ன കഷ്ടം? നോക്കുമ്പോ എന്താ, ഈ വില്ലൻ തന്നെയാണ് അയാളെ ചിറ്റപ്പനെ കൊന്നത്. ഏത് CCTV ആടാ സീരിയൽ കാണിക്കണ പോലെയൊക്കെ ഈ വിഷ്വൽസ് കാണിക്കുക. ശരി, ഈ പിള്ളേരെ പോലീസ് പിടിച്ചു. അവരുടെയിലാണെങ്കിൽ ഈ കാസറ്റും ഉണ്ട്. என்ன കഷ്ടം? അത് ഈ വില്ലനും അറിയാം. എന്നിട്ടും ഇയാൾ എന്തിനാണ് കോടതിയിലേക്ക് വന്നത്? പിന്നെന്താ, പിള്ളേരെ കോടതി വെറുതെ വിടും. അപ്പോഴാണ് നമ്മുടെ ജൂനിയർ ചിമ്പുവിന്റെ ഒരു ചെറിയ പ്രസംഗം. இந்த நாட்டுல 780 வகையான கோர்ஸ் இருக்கு. ஆனா எல்லாருக்கும் டாக்டர், ഇഞ്ചിനീരോ? இன்ஜினியர், கம்ப்யூட்டர் இன்ஜினியர், இதை தவிர வேற எதுவுமே தெரியாது. ഇതൊക്കെ തോറ്റ ആൾക്കാർ പറയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇയാള് +2 പാസ്സായല്ലോ, പിന്നെ എന്തിനാണ് ഇയാൾ ഇതൊക്കെ പറയണത്? ஒவ்வொரு மாணவனுக்கும் ஒரு திறமை இருக்கு. அது வெளியே வரணும்னா அவங்கள வெளியில விட்டுருங்க. കണ്ടു, നിന്റെ തിറമ എന്താന്ന് ഞാൻ കണ്ടുടാ. போதும் அப்பு போதும். ஒவ்வொரு மாணவனுக்கும் ஒரு திறமை இருக்கு. ஆசனா ஆசினா நெருக்கம். എന്തായാലും ഇതോടെ ഈ പടം തീരും. ഈ സിനിമ കാണാൻ നിൽക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. உனக்கு என்ன பைத்தியமா பிடிச்சிருக்கு? என்ன காரியம் செய்ய பாக்குற நீ? ഈ പരീക്ഷയിൽ തോക്കണതും കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വിരുന്ന് പോണതും അവന്റെ അവിടുത്തെ പറമ്പിൽ വെളിക്കിരുന്നതൊക്കെ കാണിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ട് സിനിമ എടുത്തു അത്രേ. ആ കാശിന് വല്ല പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തിക്കൂടെ? போதும் அப்பு போதும். ഭൂമിയിലെ സ്വന്തം നമുക്ക് യാരും